വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 10th ലെവൽ 4ാം ഘട്ടത്തിൻ്റെ 8/2/2025 നടന്ന അടുത്ത 10 ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും അതിൻ്റെ വിത്ത് എക്സ്പ്ലനേഷനോടും കൂടിയുള്ള അടുത്ത പാർട്ടാണ്. വീഡിയോയിലേക്ക് കിടക്കാം. 51. അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ച ജില്ലയാണ് തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856 ചെമ്പഴന്തിയിൽ തിരുവനന്തപുരത്ത് ജനിച്ചു. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856 ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ തിരുവനന്തപുരത്ത് ജനിച്ചു. ചട്ടമ്പിസ്വാമി ജനിച്ച വർഷം 1853 കണ്ണൻമൂല കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. സ്ഥലം തിരുവനന്തപുരം. കുമാരനാശാൻ ജനിച്ച വർഷം 1873 കായിക്കരയിൽ തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ച വർഷവും സ്ഥലവും 1863 വെങ്ങാനൂരിൽ ജനിച്ചു. ജില്ല തിരുവനന്തപുരം. തൈക്കാടയ്യ ജനിച്ച വർഷം 1814 നഗലപുരം ജനിച്ച സ്ഥലം കന്യാകുമാരി. വാഗ്ഭടാനന്ദൻ ജനിച്ച വർഷം 1885 പാട്യത്ത് ജനിച്ച സംസ്ഥാനം കണ്ണൂർ. മന്നത്ത് പത്മനാഭൻ ജനിച്ച വർഷം 1878 കോട്ടയത്ത് പെരുന്നേല്. സഹോദരൻ അയ്യപ്പൻ ജനിച്ച വർഷം 1889 ചെറായിൽ എറണാകുളത്ത്. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം 1852 കൊല്ലങ്കോട് പാലക്കാട്. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ച വർഷം 1879 ഇരവിപേരൂർ പത്തനംതിട്ട. ആറ്റിങ്ങൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 52. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ആൻസർ ഓപ്ഷൻ സി റിഫോൾഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ് റിഫോൾഡ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച സന്ധി വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി നടന്ന വർഷം 1723. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 97 വരെ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളിമല. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 തൊട്ട് 805 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് സഹായിച്ച കുറിച്യരുടെ നേതാവായിരുന്നു തലയ്ക്കൽ ചന്തു. പഴശ്ശി വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30. വാഗൺ ട്രാജഡി നടന്ന വർഷം. വാഗൺ ട്രാജഡി നടന്ന വർഷം. ആൻസർ ഉണ്ടോ? ഇല്ല അല്ലേ? ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. ഇത് PSC ക്യാൻസൽ ചെയ്തതാ. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നിന്നത്. ഓപ്ഷനില്ല, തെറ്റിപ്പോയതായിരിക്കും. 1821 നവംബർ 10 എന്നല്ലേ കൊടുത്തേക്കുന്നത്. അപ്പം മലബാർ കലാപവുമായി ഉണ്ടായ കുപ്രസിദ്ധ സംഭവമായ വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10. നവംബർ 10. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം നൽകിയത് TS ഹിച്ച്കോക്ക്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിലെ റെയിൽവേ സ്റ്റേഷൻ പോത്താനൂർ. ബ്ലാക്ക് ഹോൾ ഓഫ് പൊത്തനൂർ എന്ന വാഗൺ ട്രാജഡി വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷൻ. മലബാർ കലാപത്തെ അന്വേഷിച്ച കമ്മീഷൻ TL സ്ട്രേഞ്ച്.
T.L. സ്ട്രേഞ്ച്. അപ്പോൾ വാഗൺ ട്രാജഡി നടന്നത് എന്നാണ്? 1921 നവംബർ 10. അടുത്ത ക്വസ്റ്റ്യൻ 54. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാനധായകൻ. ഓപ്ഷൻ എ മക്തിത്തങ്ങൾ, ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി K കേളപ്പൻ, ഓപ്ഷൻ ഡി മമ്പുറം തങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. മക്തിത്തങ്ങൾ ജനിച്ചത് 1847 വെള്ളിയങ്കോട് പൊന്നാനിയിൽ. മുഹമ്മദീയ സഭ സ്ഥാപിച്ചത് മക്തിത്തങ്ങൾ. മക്തിത്തങ്ങൾ ആരംഭിച്ച സായാഹ്ന പത്രം തുർക്കി സമാചാരം. മമ്പറം തങ്ങൾ ജനിച്ചത് യമൻ 1752. മമ്പറം തങ്ങൾ മലബാറിലെത്തിയത് 1769. K കേളപ്പൻ ജനിച്ചത് പയ്യോളിക്കടത്ത് മൂടാടിയിൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹം നയിച്ചത് K കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ 55. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ബി ഹരിജൻ ധനസമാഹരണം, സി പാലിയം സത്യാഗ്രഹം, ഡി നിസ്സഹകരണ സമര പ്രചരണാർത്ഥം. ആൻസർ ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹമാണ് ആൻസർ. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18 എന്നാണ്. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രചരണം. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം 1925 മാർച്ച് 8. രണ്ടാം കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം 1927 ഒക്ടോബർ 9. മൂന്നാം കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗം. നാലാം സന്ദർശനം 1934 ജനുവരി 10. നാലാം പര്യടനത്തിന്റെ ലക്ഷ്യം ഹരിജൻ ധനസമാഹരണത്തിന്റെ ഭാഗമായി. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം 1937 ജനുവരി 12. അവസാന കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട്. ഇതിൽ ക്ഷേത്രപ്രവേശനം അതിന്റെ നോട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ 56. എത്രാമത്തെ മലബാർ ജില്ല രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 5. ഓപ്ഷൻ ഡി 5. ആൻസർ ഓപ്ഷൻ ഡി 5. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷ ആനി ബസന്റ്. 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി. 1920 മഞ്ചേരി സമ്മേളനത്തിന്റെ അധ്യക്ഷ കസ്തൂരി രംഗ അയ്യങ്കാർ. 1920 മഞ്ചേരി സമ്മേളനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ 3 എണ്ണമായിരുന്നു. 1 ഭരണപരിഷ്കരണം, 2 കുടിയാൻ പ്രശ്നം, 3 ഖിലാഫത്ത്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മൗലവി.
കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. കേരള പ്രൊവിഷ്യൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23. അടുത്ത ക്വസ്റ്റ്യൻ 57. താഴെ പറയുന്നതിൽ ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകന്മാരാരൊക്കെയാണ്? താഴെ പറയുന്ന നായകന്മാർ ഒരേ സമയം വർഷം ജനിച്ചവരായല്ല. ഡോക്ടർ പൽപു അയ്യങ്കാളി, ബി അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ, സി GP പിള്ള, സി കൃഷ്ണൻ, ഡി ചട്ടമ്പി സ്വാമി വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ പൽപു അയ്യങ്കാളി. ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ പൽപു അയ്യങ്കാളി. അയ്യങ്കാളി ജനിച്ചത് 1863 വെങ്ങാനൂർ, തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് 1863 വെങ്ങാനൂരിൽ, തിരുവനന്തപുരം. അയ്യങ്കാളി നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം 90-ാം ആണ്ട് ലഹള. അയ്യങ്കാളി സ്മാരകം ചിത്രകൂടം, വെങ്ങാനൂർ. അയ്യങ്കാളി ജയന്തി ഓഗസ്റ്റ് 28. ഡോക്ടർ പൽപു ജനിച്ചത് 1863 പേട്ട, തിരുവനന്തപുരം. 1904 സ്ത്രീ സമാജം രചിച്ചു. ബാരിസ്റ്റർ GP പിള്ള ജനിച്ചത് 1864 പള്ളിപ്പുറം, തിരുവനന്തപുരത്ത്. 1889 തിരുവിതാംകൂർക്കാർക്ക് എന്ന ലേഖനം എഴുതിയ വ്യക്തി GP പിള്ള. ചട്ടമ്പി സ്വാമി ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 കണ്ണമ്മൂലയിലെ, തിരുവനന്തപുരത്ത്. ശ്രീ ബാലഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമി. ചട്ടമ്പി സ്വാമി സമാധിയായത് 1924 മെയ് 5 പത്മന, കൊല്ലം ജില്ലയിൽ. വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885 പാട്യം ഗ്രാമത്തിൽ, കണ്ണൂരിൽ. പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ 58. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? ഓപ്ഷൻ എ മൊറാഴ സമരം, ബി കയ്യൂർ സമരം, സി കരിവള്ളൂർ, ഡി പുന്നപ്ര വയലാർ. ആൻസർ ഓപ്ഷൻ ബി കയ്യൂർ സമരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം മൊറാഴ സമരം 1940 കണ്ണൂരിൽ. മൊറാഴ സമരത്തിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് KPR ഗോപാലൻ. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് 28. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് 28. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി E.K. നയനാർ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന. കരിവള്ളൂർ സമരം നടന്ന വർഷം 1946 കണ്ണൂർ ജില്ലയിൽ. കരിവള്ളൂർ സമരനായിക ദേവയാനി. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ. തുലാം 10 എന്നറിയപ്പെടുന്ന സമരം പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ 59. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ഓപ്ഷൻ എ AV കുട്ടിമാളുവമ്മ, ഓപ്ഷൻ ബി ആനി മസ്ക്രിൻ, ഓപ്ഷൻ സി അക്കാമ്മ ചെറിയാൻ, ഓപ്ഷൻ ഡി ഇവർ ആരുമല്ല. ആൻസർ ഓപ്ഷൻ എ AV കുട്ടിമാളുവമ്മ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മ ജനിച്ചത് ആനക്കര വടക്കത്ത് പൊന്നാനി തറവാട്. ഓപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായിക AV കുട്ടിമാളു അമ്മ.
മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് AV അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 1936 to 1946. അക്കാമ ചെറിയാൻ ജനിച്ചത് 1909 ഫെബ്രുവരി 14 കാഞ്ഞിരപ്പള്ളിയിൽ. കേരള ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ. 1938 രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാന്റെ കഥയാണ് ജീവിതം ഒരു സമരം. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ഏക വനിതയായിരുന്നു ആനി മസ്ക്രിൻ. ആനി മസ്ക്രിൻ ജനിച്ചത് 1902 ജൂൺ 6 തിരുവനന്തപുരത്ത്. 1902 ജൂൺ 6 തിരുവനന്തപുരത്താണ് ആനി മസ്ക്രിൻ ജനിച്ചത്. കേരളത്തിൽ നിന്നുമുള്ള ആദ്യ വനിതാ ലോകസഭാ അംഗവും ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിതയും ആനി മസ്ക്രിൻ ആണ്. കേരളത്തിൽ നിന്നുമുള്ള ആദ്യ വനിതാ ലോകസഭാ അംഗവും ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച വ്യക്തിയും ആനി മസ്ക്രിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 60ാമത്തെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ, ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് KP കറുപ്പൻ. ആൻസർ ഓപ്ഷൻ എ കുമാരഗുരുദേവനാണ് ആൻസർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു 1903 മെയ് 15. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി 1907. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ 1917. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് 1908 ജനുവരി 31. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ദേശദൈവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാൻ. അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആദ്യത്തെ 60 ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 60 ക്വസ്റ്റ്യനോളം ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നു. അപ്പോൾ ആരും വീഡിയോ കാണുന്നൊന്നുമില്ല. നല്ലതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഈ 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിടും. അതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് ഇനി ബാക്കി ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ചെയ്യുന്നത്. ഇത് നല്ല ടൈം എടുക്കും. ഞാനിത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എത്ര ടൈം ഇരുന്ന് റെഫർ ചെയ്തിട്ടാണെന്നറിയാവോ ഇത് തയ്യാറാക്കിയിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കണ്ടു നോക്കുക. അപ്പം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻസ് പേപ്പർ ഇങ്ങനെ ഞാൻ ചെയ്തിടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.